Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ കാണാം. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും. അപ്പോൾ ആ രണ്ട് ലിങ്കും നിങ്ങൾ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കേരള PSC എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്താനായിട്ട് മറക്കാതെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആ ഒരു ക്ലാസ്സുകൾ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി നമ്മൾ കാത്തിരുന്ന ആ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 29 ജൂലൈയിലാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സിലബസും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വേണമെന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ റിസൾട്ട്സ് ഓരോ ജില്ലകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയും റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട് എന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സൗമ്യയ്ക്ക് വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ വേറെ ഓരോ ജില്ലകളും ഇനി വരാനുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്ക് അക്ഷയ് ബൈജു, ഫോർത്ത് റാങ്ക് ദിവ്യ, 8th റാങ്ക് ഫാത്തിമ, 6th റാങ്ക് പ്രപഞ്ച, 3rd റാങ്ക് ഉണ്ണികൃഷ്ണൻ, 5th റാങ്ക് സ്മൃതി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്കിൽ അഗെയിൻ അക്ഷയ്, 6th റാങ്കിൽ ഷിജിന, 3rd റാങ്കിൽ യശസ്. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലെ 3rd റാങ്കിൽ നിതിഷ, 4th റാങ്കിൽ ഉണ്ണികൃഷ്ണൻ, 9th റാങ്ക് ഇന്ദു PR. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ഇതുപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാണുമ്പോൾ ഒരുപാടധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ആതിരയ്ക്കും അൽഫിയയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. 10ഓളം മൊഡ്യൂൾസ് ആണ് നമുക്ക് മൈക്രോബയോളജിക്ക് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മൈക്രോബയോളജി ആണ്. ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി, അതുപോലെ ബേസിക് ബെർഗീസ് മാനുവൽ, അതുപോലെ സ്ട്രക്ചർ, ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ആർക്കി ബാക്ടീരിയയുടെ സ്ട്രക്ചർ, യു ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആന്റിബയോട്ടിക്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 10 മാർക്കാണ് കേട്ടോ ഈ ഒരു മൊഡ്യൂളിന് വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് കൾച്ചർ മെത്തേഡ്സ്, സ്റ്റെയിനിങ്, മൈക്രോസ്കോപ്പി. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിൽ വന്നിട്ടുള്ള ചില പോർഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൾച്ചർ മെത്തേഡ്സ്, കൾച്ചർ മീഡിയ, ഐസൊലേഷൻ, സ്റ്റെയിനിങ് ടെക്നിക്സ്, അതുപോലെ മൈക്രോസ്കോപ്പി. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ മൊഡ്യൂൾ 2ഉം നമുക്ക് 10 മാർക്കിനാണുള്ളത്. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ നമുക്ക് പഠിക്കാനുള്ളത് ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം ആണ്. 10 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്. ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ, ടൈപ്സ്, പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ബാക്ടീരിയ, അതുപോലെ ഗ്രോത്ത് ഫേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, എങ്ങനെ എന്യൂമറേറ്റ് ചെയ്യാം, മൈക്രോബിയൽ ലൈഫ് എക്സ്ട്രീം കണ്ടീഷൻസിൽ എങ്ങനെയാണ് എന്നുള്ളത്, കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം, അതുപോലെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, TCA സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അങ്ങനെ ചില ബയോകെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത പോർഷൻ വരുന്നത് ഇമ്മ്യൂണോളജി ആണ്. മൊഡ്യൂൾ 4 10 മാർക്കിന് വരുന്ന ഇമ്മ്യൂണോളജി പോർഷൻ. എന്തൊക്കെയാണ് ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണിറ്റി എന്തൊക്കെയാണ്, ആന്റിജൻസ്, എലൈസ, RIA, വെസ്റ്റേൺ ബ്ലോട്ട്, ബ്ലഡ് ഗ്രൂപ്പ്സ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 5ൽ നമുക്ക് മൈക്രോബിയൽ ജെനറ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. 10 മാർക്കിനാണ് ഇവിടെയും ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാക്ടീരിയയുടെ ക്രോമസോം, ജെനറ്റിക് മെറ്റീരിയൽ, സ്ട്രക്ചർ, റെപ്ലിക്കേഷൻ, ട്രാൻസ്പോസോൺസ്, കോൺജുഗേഷൻ, അതുപോലെ ജീൻ ലെവൽ എക്സ്പ്രഷൻസ്, സെൻട്രൽ ഡോഗ്മ, ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രോകാരിയോട്സ്, ചില മോളിക്കുലർ ബയോളജി പോർഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് വരുന്നത് മൊഡ്യൂൾ 6 ആണ്, ബയോ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് മോളിക്കുലർ ബയോളജി ടെക്നിക്സ്. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചില ടെക്നിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സെൻട്രിഫ്യൂഗേഷൻ, ഇലക്ട്രോഫോറസിസ്, UV,
വിസിബിൾ സ്പെക്ട്രോഫോട്ടോമെട്രി, ബിയർ ലാംബർട്ട്സ് ലോ, PCR ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ്, അതുപോലെ RFLP, RAPD, DNA ഫിംഗർ പ്രിന്റിംഗ്, അങ്ങനെ മോഡേൺ ആയ കുറച്ച് ടെക്നിക്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതും 10 മാർക്കിനാണ്. നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആണ്. 10 മാർക്കിന് വരുന്ന ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. ഇവിടെ നമുക്ക് ഫെർമെന്റേഷൻ ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ഫെർമെന്ററിന്റെ പാർട്സ്, സ്ക്രീനിങ് മെത്തേഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. തുടർന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, മൈക്രോബിൽ നിന്ന് എന്തൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഡിറൈവ്ഡ് ആണ്, ഓർഗാനിക് ആസിഡ്, സിട്രിക് ആസിഡ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഫുഡ് മൈക്രോബയോളജി ആണ് നെക്സ്റ്റ് വരുന്ന 8ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. 10 മാർക്കിനാണ് ഈ ഒരു ടോപ്പിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ റോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുഡ് ഇൻഡസ്ട്രിയിലെ മൈക്രോബ്സിന്റെ റോൾ എന്തൊക്കെയാണ്, അതുപോലെ കുറച്ച് ഫുഡ് മൈക്രോബയോളജി, ഫുഡ് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫുഡിന്റെ സ്പോയിലേജ്, മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻസ്, അതിനുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെഡിക്കൽ മൈക്രോബയോളജി ആണ്. എന്തൊക്കെയാണ് ബെനഫിഷ്യൽ, ഹാർംഫുൾ മൈക്രോബ്സ്, അതുപോലെ ഒരു ലിസ്റ്റ് ഓഫ് മൈക്രോബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. വാക്സിൻസിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ മൈക്രോബയോളജിയും 10 മാർക്കിനാണ് 9ാമത്തെ മൊഡ്യൂൾ. ലാസ്റ്റ് വരുന്നത് 10ാമത്തെ മൊഡ്യൂൾ. അത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത മൈക്രോബയോളജി പോർഷൻ ആണ്. എയർ, വാട്ടർ, സോയിൽ എന്നിങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഓഫ് എയർ, എങ്ങനെയാണ് എയറിൽ എന്യൂമറേറ്റ് ചെയ്യുന്നത്, കുറച്ച് എയറോ മൈക്രോബയോളജി ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, BOD, COD, അതുപോലെ സൈക്കിൾസ്, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, പ്ലാന്റ് മൈക്രോബയോം, അതുപോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പെസ്റ്റ് മാനേജ്മെന്റ്, ബയോഗ്യാസ്, ബയോ റെമിഡിയേഷൻ, ബയോ ലീച്ചിങ് എന്ന് തുടങ്ങിയ ബയോ ടോപ്പിക്സ് അഥവാ എൻവയോൺമെന്റൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ മൈക്രോബയോളജി പോർഷൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മൾ ഉടനെ തന്നെ കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. 28-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും, MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഒക്കെ തന്നെയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 28-ന് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിലും എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. 9995264596 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഈ ഒരു വലിയ സിലബസിലെ എല്ലാ പോർഷൻസും നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. 29-ന് ജൂലൈ മാസത്തിലാണ് നമ്മുടെ എക്സാം വരാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ മെയ്, ജൂൺ, അതുപോലെ ജൂലൈയുടെ ഒരു എൻ്റയർ പാർട്ട് നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 മാസം ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നതിൽ ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ച് ഉടനെ തന്നെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കൂടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ടിൽ ദെൻ, താങ്ക് യു.